18ാമത് ലോക്സഭ ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ്, ലോക്സഭയും രാജ്യസഭയും ചേർന്ന പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മൺസൂൺ സമ്മേളനം ചേരുന്നതിന് മുന്നോടിയായി സാധാരണഗതിയിൽ എല്ലാ സെഷനും നടക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട സ്പീക്കറും പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററും എല്ലാം പങ്കെടുത്തുകൊണ്ട് വിവിധ കക്ഷികളുടെ നേതാക്കന്മാരെ അങ്ങനെ യോഗം വിളിക്കും. അങ്ങനെ യോഗം വിളിച്ച് ആ യോഗത്തിൽ വെച്ചിട്ട് സഭകളിൽ, ഈ രണ്ട് സഭകളിലും ചർച്ച ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള പ്രയോറിറ്റി, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, സ്വാഭാവികമായി നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ പുലരുന്നതായ ഒരു രാഷ്ട്രമാണ്. അതങ്ങനെ തന്നെ പുലരുകയും വേണം. അത് നശിപ്പിക്കാനായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് തന്നെയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇവിടെ ഈ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗസംഖ്യ, MP-മാരുടെ എണ്ണം എന്നത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദിവ്യ, ഇത് ഇറ്റ്സ് നോട്ട് എ നമ്പർ ഗെയിം. എല്ലാ അർത്ഥത്തിലും ഈ അംഗസംഖ്യ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും നടപ്പാക്കി കളയാനുള്ളൊരു വേദിയല്ല പാർലമെൻറ്റ് എന്നുള്ളത്. ഇവിടെ ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഇതിൽ BJPയുടെ വക്താക്കളാരുമില്ല എങ്കിൽ കുറച്ചുകൂടി എനിക്ക് തുറന്നു പറയാമായിരുന്നു. ഇവിടെ ഇപ്പോൾ വലുത് നിരീക്ഷകനായി പങ്കെടുത്തിട്ടുള്ള എൻ്റെ ബഹുമാന്യ സുഹൃത്ത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ BJP അല്ലാതെ ഓൺ ചെയ്യാനൊന്നും അവരെ കൊണ്ട് കഴിയില്ല. അദ്ദേഹം പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പക്ഷേ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി ഉണ്ടല്ലോ. ലിസ്റ്റ് ഓഫ് ബിസിനസ് എന്ന് MP-മാർക്ക്, നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അച്ചടിച്ചു കൊടുക്കുന്ന ഒരു രേഖയുണ്ട്. ലിസ്റ്റ് ഓഫ് ബിസിനസ്. അതിപ്പോൾ MP-മാർക്ക് ഇപ്പോൾ ഇത് ഇലക്ട്രോണിക് മീഡിയയിലും അത് അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ പറയുന്ന കാര്യങ്ങളിലൊരു പ്രയോറിറ്റി ഉണ്ടാവും. പ്രയോറിറ്റി സാധാരണഗതിയിൽ ഗവൺമെൻറ് ആണ് അവിടെ ഒരു പ്രയോറിറ്റി. അവർക്ക് സ്പീക്കറോ അല്ലെങ്കിൽ സഭാധ്യക്ഷൻ, രാജ്യസഭയിലാണെങ്കിൽ അവിടെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് ആ കാര്യത്തിൽ ഒരു മുൻഗണന നൽകും. സ്വാഭാവികമാണ്. എന്ന് വെച്ച് പ്രതിപക്ഷം അവിടെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ, ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തള്ളിക്കളയലല്ല വേണ്ടത്. അവിടെയും ഈ പറയുന്ന പോലെ നമ്പർ ഞങ്ങൾക്കാണ് കൂടുതൽ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്നുള്ള നിലയിലല്ല കാര്യങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥകളിൽ അത്തരത്തിൽ ഈ നമ്മുടെ ജനപ്രതിനിധികൾ വിവിധ വിഷയങ്ങൾ ഉന്നയിക്കും. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും, ഞാൻ സംസ്ഥാനം എന്ന് മാത്രമല്ല പറയുന്നത്, എല്ലാ പ്രദേശങ്ങളിലും നാനാവിഭാഗം ജനങ്ങളുടേതായ വിഷയങ്ങൾ എല്ലാം ഒരുപോലല്ല. എന്നാൽ എല്ലാവരെയും ബാധിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതിൽ ഒരു വിഷയം എന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ അതിരൂക്ഷമായ വിലക്കയറ്റമാണ്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്ഥിരം പണി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അസംഘടിത മേഖലയിലും പണി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അവരുടെ വരുമാനത്തിൽ വലിയ ഇടിവ്, നമ്മുടെ റിയൽ ഇൻകം എന്നുള്ളതിൽ വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ലഭ്യമാകുന്നതായ കൂലി കൊണ്ട്, ആ പ്രതിഫലം കൊണ്ട് അവർക്ക് അത്തരത്തിൽ കുടുംബം പോറ്റാനായി കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അടുത്ത വിഷയം എന്നുള്ളത് തലമുറകളായി പൊതുസമ്പത്ത് കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലേക്ക് തീറെഴുതപ്പെടുന്നു എന്നുള്ളത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഓൺ എ സെല്ലിംഗ് സ്പ്രീ എന്നുള്ള നിലയിലാണ്. പുതുതായി അത്തരത്തിൽ ഏതെങ്കിലും സംരംഭങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സൈഡ് ബൈ സൈഡായി അത്തരത്തിൽ വലിയ കമ്പനികൾ വരികയോ കോർപ്പറേറ്റുകൾ വരികയോ വിദേശ നിക്ഷേപം വരികയോ അവിടെ പുതുതായി സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി അത്തരത്തിൽ ആളുകൾക്ക് പരിശീലനം നൽകി അവർക്ക് തൊഴിൽ നൽകി അല്ല നടക്കുന്നത്. ഇതെല്ലാം ഇവർ പല ആളുകളും അത്തരത്തിൽ വിഴുങ്ങുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായും കുട്ടികൾക്കെതിരായും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ടുമുള്ള കടന്നാക്രമണങ്ങൾ രൂക്ഷമായി വരികയാണ്. പ്രശ്നം പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായി ആവശ്യപ്പെട്ടത് വിഷയങ്ങളിലൊന്ന് അയോധ്യയാണ്. മറ്റൊന്ന് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്ന യുവജന പ്രതിഷേധം, CJPയുടെ പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ ക്രമക്കേട്, അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് MP-മാരുടെ വാക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മിഥുൻ പറഞ്ഞത് ഒരു മെറിറ്റ് ഇല്ലാത്ത വിഷയമാണ് അയോധ്യ ഭണ്ണാരക്കൊള്ള എന്നതാണ്. അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ദിവ്യ, ഈ 2024 ബഡ്ജറ്റ് സമ്മേളനത്തിൽ പാർലമെൻറ്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. 11 ദിവസത്തെ ഉപവാസവും നിഷ്ഠയോടും കൂടി പ്രധാനമന്ത്രി അത്തരത്തിൽ അവിടെ ഈ പ്രാണപ്രതിഷ്ഠ നടത്താനായി പോയതുമായി ബന്ധപ്പെട്ട്
അങ്ങനെ തലമുറകളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എന്തിനെ പാർലമെൻറ്റിലേക്ക് അത്തരത്തിൽ ഈ നമ്പർ 2 ആയിട്ടുള്ള മന്ത്രി തന്നെ അങ്ങനെ BJP നേതാക്കളൊരു പ്രമേയം അവതരിപ്പിക്കണം? എന്തിന് ഇത്തരമൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കണം? നമ്മൾ ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് അയോധ്യയിൽ മാത്രമായി നടന്നതാണ് എന്ന് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ? അയോധ്യയിൽ ഒരു ചമ്പത്രായി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മാത്രമല്ല, അവിടെ ഈ പറയുന്ന ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിലേക്ക് അവിടെ RSSൻ്റെ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ, BJPയുടെ നേതാക്കളെ നോമിനേറ്റ് ചെയ്തത് അവിടെ ആരാ നോമിനേറ്റ് ചെയ്തത്? അവർ സ്വയംഭൂവായി വന്നതല്ല, ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ല. അവരെ എല്ലാം അത്തരത്തിൽ നോമിനേറ്റ് ചെയ്തത് BJP നേതൃത്വം തന്നെയാണ്.